ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രെഡും അവിലൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയിൽ ജാറെടുത്തിട്ട് ആ മിക്സിയിൽ ആദ്യം തന്നെ ഒരു നാളികേരം കൊത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ചുവപ്പ് ഭാഗമില്ലേ, ബ്രൗൺ കളർ കളഞ്ഞിട്ട് വെള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതേ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പൊടിച്ച് കൊണ്ട് നോക്കി നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊരു 10 ബ്രെഡോളം എടുക്കാം നമുക്ക് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് കണ്ട. വലിപ്പമുള്ള ബ്രെഡാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബ്രെഡിനെ ഒരു ഡപ്പേരെ മൂടി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടാക്കി വെട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ അമർത്തിയിട്ട് നടുവിൽ നമുക്ക് ഏതൊരു വേണമെങ്കിൽ ഉണ്ടാക്കാം. ചതുരനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ മുറിച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണത് മൂടി കൊണ്ട് അത് അമർത്തി കൊടുത്താൽ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ റൗണ്ട് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ നല്ല കറക്റ്റായിട്ട് റൗണ്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ മറ്റുള്ള ബ്രെഡുകളൊക്കെ അതുപോലെ നമുക്ക് ആ മൂടി കൊണ്ട് ശരിയാക്കി എടുക്കാം കേട്ടോ. കണ്ട അങ്ങനെ വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ റൗണ്ടനായിട്ട് നല്ല കൃത്യമായിട്ട് റൗണ്ടനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ അതുപോലെ ഇങ്ങനെ റൗണ്ടനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ട എല്ലാ ബ്രെഡും ഇങ്ങനെ റൗണ്ട് തന്നെ മുറിച്ച് വെച്ചിട്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അപ്പോൾ ആ 4 പുറം വെട്ടിയ ബ്രെഡിൻ്റെ അരികുണ്ടല്ലോ, അത് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അടുത്ത് നമുക്കൊരു പാൻ വയ്ക്കാം കേട്ടോ. ആ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കേട്ടോ. ആ നെയ്യിൽ നമുക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പിൽ 1 കപ്പ് അവിൽ വറുത്തെടുക്കണം കേട്ടോ. അതൊന്ന് ചെറിയ കനം കുറഞ്ഞ വെള്ളവിലായി, കാരണം വേഗം ഒരു 2-3 മിനിറ്റ് കൊണ്ട് വറവാകും കേട്ടോ. അപ്പോൾ നമ്മൾ ആ നെയ്യിലൊന്ന് അത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ച് നോക്കുമ്പോൾ നല്ല പൊട്ടണ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കാൻ. അപ്പോൾ ആ പാനിൽ നിന്ന് അത് മാറ്റി അവിൽ മാറ്റിയതിന് ശേഷം അതിൽ 2 അച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കുക കേട്ടോ. ശർക്കര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒന്ന് അടിയിലുള്ള വല്ല ചെറിയ പീസുകളുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് നാളികേരം 1 കപ്പ് നാളികേരം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലേ, അത് ചേർത്ത് കൊടുത്തു കേട്ടോ. നാളികേരം പൊടിച്ച് ചേർത്തു. ഇനി അതിലേക്ക് നമ്മൾ ഏലക്കായ ഒരു 5-6 പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്തു. പിന്നെ നമ്മൾ പൊടിച്ച അവിലില്ലേ, അത് ഞാൻ വറുത്ത അവിൽ ചെറുതായി ഒന്ന് ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. മിക്സിയിൽ ജാറിലിട്ട് ആകെ ഭസ്മം പോലെ, കാരണം ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ. കനം കുറഞ്ഞ അവിലല്ലേ, വേഗം പൊടിയും. അപ്പോൾ അങ്ങനെ ഒന്നും പൊടിച്ചെടുത്തത് അതിൽ മിക്സ് ആക്കി കൊടുത്തു കേട്ടോ. ഇനി എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാം കേട്ടോ. പിന്നെ വേറെ ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിലേക്ക് ഒരു അര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 കപ്പോളം ചേർക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് അളവ് കണ്ട എത്ര കട്ടിയില്ല പാടില്ല, അധികം കട്ടിയാവാൻ പാടില്ല, അധികം വെള്ളമാവാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് മുറിച്ച് വെച്ച ബ്രെഡുകൾ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ആ ബ്രെഡുകൾ ഓരോന്ന് എടുത്തിട്ട് ഒരു പലയാമിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ നടു മുറിക്കുക കേട്ടോ. നടു മുറിച്ച് കൊടുക്കുക, കറക്റ്റ് നടുവിൽ മുറിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും ഇങ്ങനെ പീസാക്കി വെക്കുക കേട്ടോ. എല്ലാ ബ്രെഡും നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ മൈദ കലക്കി വെച്ചില്ല, ആ മൈദ ഒരു പീസ് എടുത്തിട്ട് ആ മൈദ കലക്കിയത് ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അവിൽ നാളികേരമൊക്കെ ശർക്കരയൊക്കെ ഉരുക്കി യോജിപ്പിച്ച് വെച്ചില്ലേ ഫില്ലിങ്, അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അതിൽ കൊള്ളാവുന്ന തരത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് വയ്ക്കാൻ നല്ലത്, ചെറിയ പീസായി കാരണം നമ്മൾ ടീസ്പൂണോടൊന്നും വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ കൈ കൊണ്ട് വെച്ച് ഒതുക്കി വെച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ഇനി ഒരു ബ്രെഡ് കഷ്ണം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ചുകൂടി നമ്മൾ വെച്ചത് പോരാ, ഫില്ലിങ് കുറച്ചുകൂടി എടുത്ത് വെച്ച് സെറ്റാക്കണം കേട്ടോ. അതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. അതിലും നമ്മൾ മൈദയുടെ മാവ് തേച്ച് കൊടുത്താൽ വേഗം ഒട്ടി കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അടന്ന് പോരും ചിലപ്പോൾ. അപ്പോൾ മൈദ കലക്കി ഇതിൽ നിന്ന് എടുത്ത് കുറച്ചുകൂടി ബ്രെഡിൻ്റെ പീസിൽ നമുക്ക് പുരട്ടി കൊടുക്കാം കണ്ട. മുകളിൽ വയ്ക്കണ ബ്രെഡാണ് കേട്ടോ അത്. അതിലും ഇങ്ങനെ മൈദ ഒന്ന് തടവി കൊടുക്കുക ബ്രഷ് കൊണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് അമർത്തിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കയ്യിൽ പിടിച്ച് നമ്മൾ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കണ്ട. അപ്പോൾ ആ ബ്രെഡ് മൈദ പറ്റിയ കാരണം അങ്ങനെ വിട്ട് പോരില്ല കണ്ട. അങ്ങനെ യോജിച്ച് അമർന്ന് ഇങ്ങനെ ഇരുന്നോളൂ.
അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ഓരോ പീസുകളെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച എല്ലാ ബ്രെഡും ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഇനി നമുക്കിത് മാവിൽ മുക്കിയിടണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ആ ശരിയാക്കി വെച്ച ബ്രെഡും എടുക്കുക, പിന്നെ ആ മൈദയുടെ അളവ് ഇതെടുക്കുക, പിന്നെ ബ്രെഡ് പൊടിച്ചതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് കണ്ട ബ്രെഡ് ഇങ്ങനെ നന്നായി ഉലർന്ന പോലെ കിട്ടിയിട്ടുണ്ട് ആ അരികെ പൊടിച്ചത് അത്. അപ്പം ഇനി നമുക്ക് ഓരോ പീസുകൾ എടുത്തിട്ട് മൈദയിൽ മുക്കാട്ടോ. നമ്മൾ ശരിയാക്കി വെച്ച ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ച ഓരോ സ്നാക്സിൻ്റെ പീസുകളെടുത്ത് മൈദയിൽ നല്ലോണം മുക്കിയിട്ട് നമ്മൾ ആ ബ്രെഡ് പൊടിച്ചില്ലേ അതിലൊന്ന് മിക്സ് ഒന്ന് ഒരു 4 ഭാഗം ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പം നന്നായി അത് പിടിക്കും. കണ്ട നല്ല ഭംഗിയിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ബ്രെഡ് മുറിച്ചതും നമുക്ക് കളയേണ്ടി വന്നില്ല, അത് ഇങ്ങനെ ഒരു ഉപകാരത്തിനായി. കണ്ട അങ്ങനെ മുക്കി വയ്ക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാ സ്നാക്സ് ഇതുപോലെ മൈദയിൽ മുക്കുക, മൈദ കലക്കിയിൽ മുക്കുക, എന്നിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ചതിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ട ഇതുപോലെ എല്ലാതും മുക്കട്ടോ. അതിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് പൊടിച്ചതിൽ അപ്പം ബ്രെഡ് പൊടിച്ചതിൽ അതുപോലെ നന്നായി മിക്സാക്കി കൊടുക്കട്ടെ. ആവാത്ത ബ്രെഡ് പിടിക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ മൈദ കലക്കിയിൽ മുക്കിയിട്ട് ഒന്ന് മുക്കിയാൽ മതിയിട്ടാണ്. അപ്പോൾ വേഗം ബ്രെഡ് പൊടിച്ചത് അതുമ്പോൾ പിടിച്ചോളൂ. ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നുകൂടി 2ാം തവണ മൈദയിലേക്കൊന്ന് മുക്കുക, എന്നിട്ട് ഒന്നാക്കി വെക്കുക. അപ്പോൾ വേഗം നന്നായി പിടിക്കും കേട്ടോ. കണ്ട നല്ലോണം നല്ല മാതിരി ഭംഗിയിൽ പിടിച്ച് കിട്ടും. വേണ്ട മൈദയിൽ ഒന്നുകൂടി 2ാമത്തെ മുക്കിയാൽ മതി, അപ്പോൾ റെഡിയായി കിട്ടുള്ളൂ. ഇതുപോലെ അല്ലാതെ ഞാനിത് കണ്ട ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക എണ്ണയിലേക്ക്. കണ്ട ഇതുപോലെ ഒരു എത്രണ്ണം കൊള്ളെങ്കിൽ ഒരു 5 ആദ്യത്തെ ട്രിപ്പിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മറിക്കാറായി. 2 ബ്രെഡൊക്കെ അല്ലേ നമ്മുടെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെന്തതല്ലേ, പിന്നെ നാളികേര ശർക്കരയും അവിലൊക്കെ അല്ലേ, മോൾ ഭാഗം ബ്രെഡും അല്ലേ, വേഗം ആവും കേട്ടോ. അപ്പോൾ നോക്കി നോക്ക്. കണ്ട അടിഭാഗം ഒരുവിധം ഫ്രൈ ആയി വന്നു തുടങ്ങി. മറ്റേ ഭാഗം മറിച്ച് കൊടുക്കട്ടെ, അടി മറിച്ച് കൊടുക്കട്ടെ നമുക്ക്. അപ്പം എല്ലാതും അതുപോലെ മറിച്ചിടാം കേട്ടോ. ഇപ്പം ആദ്യം വെച്ച 5 മറിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഞാൻ അടിഭാഗം ഒരു 2 മിനിറ്റ് കൊണ്ട് വേഗം ആവുന്നുണ്ട് കേട്ടോ. കണ്ട നോക്കിയാൽ മറ്റേ ഭാഗം നല്ല ഫ്രൈ ആയി കിട്ടിയിട്ട് ഞാൻ ഫുള്ള് മീഡിയത്തിൽ നല്ല വെച്ചേക്കണം കേട്ടോ. ഫ്ലെയിം ഇത്തിരി കുറച്ച് കൊടുക്കുക, കുറച്ച് വെച്ച് കൊടുക്കുക സാധാരണ മീഡിയത്തിൽ. ഇനിയിപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ആയില്ല, അത് എടുത്ത് കഴിഞ്ഞു, എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി. ഇനി 2ാം ട്രിപ്പ് ഉള്ളതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതല്ലാതെ ഇതുപോലെ 2ാം ട്രിപ്പും വയ്ക്കലൊക്കെ വെച്ച് അതും ഫ്രൈ ആയിട്ട് വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ എല്ലാ 2 ഭാഗം മറിച്ച് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്നാക്സും ഇതേ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.